One. ഹായ് ഹലോ. മൊയ്തുവല്ലേ? അറിയാലേ? ഞാൻ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടേ. എന്റെ ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഭാര്യനെ കരയിപ്പിക്കുന്നത്. സുവേഷേട്ടനെ സ്ഥിരം ഭാര്യ കരയിപ്പിക്കലാണ്. അതുകൊണ്ട് സുവേഷേട്ടന് വളരെ ഇഷ്ടമാണ്. പ്രാങ്ക് ഭയങ്കര വൈറലാണ്. ഇപ്പൊ വൈറൽ ലോകം മുഴുവൻ. നിങ്ങൾക്ക് എന്റെ കൂടെ സെൽഫി എടുക്കണോ? ഫോട്ടോ എടുക്കണോന്ന്? അത് വേണ്ട, അത് വേണ്ട. എടുത്തോളൂ. അല്ല വേണ്ട, എന്താണ്? അല്ലെങ്കിൽ ഒരു പണിയാ, എന്റെ മൊബൈലിൽ ഞാനൊരു സെൽഫി എടുക്കാം. വേണ്ട മോനെ, വേണ്ട. അത് അല്ല എടുക്കാം. നിങ്ങൾ എണീക്കും. ചേട്ടൻ എണീക്കും. ഞാൻ എന്റെ മൊബൈലിൽ എടുക്കാം. നമുക്ക് വൈറലാക്കാതെ. ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണേ. ഇനി ഒരു പറയാം, നമുക്കൊരു റീൽ ചെയ്യാം. റീൽ ഞാന് നിങ്ങൾ ഗ്ലാസോടെ വെക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഫ്രണ്ട് നിന്ന് ഡാൻസ് ചെയ്യും. ഡാൻസിന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾ രണ്ട് ഓൾഡ് ജനറേഷൻ പുറകിൽ നിങ്ങനെ കൈ മുട്ടിയിട്ട് ആസ്വദിക്കാം. ഞാൻ ന്യൂ ജനറേഷൻ മുന്നിൽ ഡാൻസ്. മോനെ ഒറ്റ മിനിറ്റ്. നീ ഇതൊന്ന് ഇതൊക്കെ മനസ്സിലായോ? ഇല്ല. എടാ ഞാൻ സെലിബ്രേറ്റ് പോയതോടാ. നീ യൂട്യൂബ് ഒക്കെ കാണണോട്ടോ. നീ ചെറുപ്പക്കാരൻ. നീ ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ തരാം. ഞാൻ ഇവിടുന്ന് ഡാൻസ് ചെയ്യും. അപ്പൊ നീ അവിടുന്ന് വീഡിയോ എടുക്കുക. ഇവര് പുറകിലുണ്ടാവും. ഇതിട്ടാ മതി കേട്ടോ. പാട്ട് അതിനകത്ത് വരും. അവിടെ പോയിരുന്നോ. ജസ്റ്റ് മിനിറ്റ്. അപ്പൊ പുറകിലിട്ടോ എന്നെ കൈയടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ. മ്യൂസിക് ഇടാ. रोमियो रोमियो कल के रोमियो भोली शक्ल वाले सारे के सारे परे पियो ये तो गई कलेजा संग में हम ले जा ये तो चोरी पे है सीना सोरी कभी लगे मोनालिसा कभी लगे लगिचा और कभी जैसे कादम बनी हाय मेरी ഞാൻ ഇവരെ വെച്ചൊരു വീഡിയോ ആയിരുന്നു. അത് ശരി. ഞാൻ കണ്ട് കൊറേയൊക്കെ യൂട്യൂബില്. നീ ഇപ്പൊ എവിടെ കൊറേ കണ്ടിട്ട് തന്നെ? ഒരു രക്ഷയില്ല, ജോലി പോയി. താങ്ക് യു. ജോലിയൊക്കെ പോയാ? കൊറോണ ആയിട്ട് എല്ലാം പോയല്ലോ, ഒരു മാർഗമില്ല. എന്നെ പോലെയൊക്കെ നീ കളിച്ചൂടാനൊക്കെ. നീ എന്താ ചെയ്യണ? കംപ്ലീറ്റ് വൈറലല്ലേ ഇപ്പം? ഞാൻ യൂട്യൂബില് രണ്ടുമൂന്നും കണ്ടിട്ടില്ലേ? ഇവരൊക്കെ ഫാൻസാണ്. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ടല്ലേ? അതിൽ നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? പിന്നെ ഞാൻ കപ്പിൾ പ്രാങ്കിലെ ഫേമസ് ആയിട്ട് നിൽക്കണത്. എന്ത് കപ്പിൾ പ്രാങ്ക് എന്ന് വെച്ചാല് അതറിയില്ലേ? ഇല്ലെന്നേ. നിങ്ങൾ വന്നേ. താങ്ക് യു ഗൈസ്. കപ്പിൾ പ്രാങ്ക്. ഈ കപ്പിൾ പ്രാങ്ക് എന്നുള്ളതേ എന്നോട് അറിയില്ലെന്ന് പറഞ്ഞ ശരി, വേറെ ആരോടും അറിയില്ലെന്ന് പറയുന്നത് മോശമാണ്. എടാ മൊയ്തു, എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ലാന്ന്. ഞാനോർത്ത് നിനക്ക് പ്രാന്താണെന്ന് റോട്ടി കിടന്ന് തുള്ളാൻ. എടാ ഈ കപ്പിൾ പ്രാങ്കിലൂടെ ഞാൻ ഇപ്പൊ വരുമാനം ഉണ്ടാക്കണേ. അത് ശരി, പൈസ കിട്ടുമോ? പിന്നെ എന്താണ് ഇത് പരിപാടി? എന്താണ്? എടാ ഇതേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു തമാശ കളിയാ. പറ്റിക്ക തമാശ പറഞ്ഞ് പറ്റിച്ച് അവസാനം ഭാര്യ ക്ലൈമാക്സിൽ കരയണം. കരഞ്ഞു കഴിഞ്ഞാ പിന്നെ സക്സസ് ആ. പിന്നെങ്ങനെ നമുക്ക് വരുമാനം വന്നോണ്ടിരിക്കും. അതടിപൊളിയല്ലടാ, എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതിപ്പോ എല്ലാ ചെറുപ്പക്കാരൻ ട്രെൻഡാ. നിനക്കിത് അറിയാത്തത് ഭയങ്കര ഇഷ്ടമാണല്ലോ. മൊയ്തു, എനിക്ക് ചെയ്യാൻ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരൂ. വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാണ്. അല്ല പെട്ടെന്ന് വൈറലാവണമെങ്കിൽ അഭിഹിതം ചെയ്യേണ്ടി വരും. അയ്യോ, അതൊക്കെ മോശമാവൂലേ? എന്ത് മോശം? നമ്മുടെ ഭാര്യമാരുടെ അടുത്തല്ലേ. എന്നാലും പറഞ്ഞുണ്ടായി കഴിഞ്ഞാ പിന്നെ ആളുകള് അതൊന്നുമില്ല. അഭിഹിതം പറഞ്ഞ് ഭാര്യ കൊണ്ട് കരയിപ്പിക്കുക, അതേ നമ്പറുള്ളൂ. അവള് കരഞ്ഞു കഴിഞ്ഞോ നീ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ഒരു അഭിഹിതം പറഞ്ഞിട്ട് കാച്ചടാ. പക്ഷെ അവളൊരു പാവോടാ. ഇതൊന്നും പറഞ്ഞാലേ ചെറിയൊരു കാര്യം മതി, അവള് ആകെ. ഈ പാവം പിടിച്ച ഭാര്യമാരുടെ അടുത്താണ് ഈ സംഭവം സക്സസ് ആവുക. ഒരിത്തിരി സ്ട്രോങ് ആയ ഭാര്യമാരുടെ അടുത്ത് നടക്കൂല. എന്റെ ഭാര്യക്ക് ഭയങ്കര പാവം. ഇവളോട് തുറന്ന് പറയാൻ വേണ്ട. അവസാനം ക്ലൈമാക്സിൽ പറ്റിച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞ് വീഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അവളൊന്ന് കെട്ടിട്ട് ഉമ്മയൊക്കെ തരും. അപ്പൊ ഒന്ന് സഹായിക്കണം. ഓക്കെ, ഞാൻ എന്ത് ഹെൽപ്പ് ആണെങ്കിലും എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. പിന്നെ നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോവാം. ഞാൻ കണ്ടല്ലേ? അതെ. കൊറോണ കാലത്ത് ജോലി ഇല്ല എന്നും പറഞ്ഞിരിക്കരുത്. നമ്മള് സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നടന്ന മൊയ്തു വേണം.
നീ എന്താ ഇത്ര പേരുത്ത് ആലോചിക്കണ? ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായ? മനസ്സിലായി, എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. എടാ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ അവിടെ വീട്ടിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാല് മണ്ടുവിന്റെ ഫോണിലോട്ട് ഒരു കോള് ചെയ്യണം. നീ വിളിക്കണം നിന്റെ നമ്പറിൽ നിന്ന്. അവള് ഹലോ എന്ന് പറഞ്ഞ് എടുക്കുമ്പോ തന്നെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ഒന്നും മിണ്ടണ്ട. കട്ട് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കണം. വീണ്ടും വിളിക്കുമ്പോ അവള് ഹലോ എന്ന് പറയുമ്പോ ഹസ്ബൻഡ് ഉണ്ടോന്ന് ചോദിക്കണം. ഹസ്ബൻഡ് ഉണ്ടോ, നീ ഉണ്ടോ? അപ്പൊ ഉണ്ടെന്ന് പറയും. ഞാൻ അവിടെ ഉണ്ടല്ല. അപ്പൊ ഒന്നും മിണ്ടരുത്, നീ കട്ട് ചെയ്ത് കളഞ്ഞ. വീണ്ടും കട്ട് ചെയ്യണം. പിന്നെ അടുത്തത് പിന്നെ വിളിക്കാൻ നിൽക്കരുത്. തുരാ മെസ്സേജ് വിടണം. എന്തൊക്കെയാണ് വിടണ്ടേന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നിന്റെ ഫോണിലോട്ട് ഇട്ട് തരാം. നീ ഇത്രയും ചെയ്താ മതി. അല്ല, മണ്ടു തിരിച്ചു വിളിക്കാൻ സാധ്യത. മണ്ടുവിന് നിന്റെ നമ്പർ അറിഞ്ഞില്ല. അപ്പൊ മണ്ടുവിന് ഒരു അവിഹിതം ഉണ്ടെന്ന് വരുത്താനാണ്. നീ ആയിട്ട് ഒരു അവിഹിതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അവിഹിതം? എന്റെ അവിഹിതം? എടാ അത് അവസാനം നമ്മൾ പറയും. ഉണ്ണിയായിരുന്നു എന്റെ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് ചെയ്യൂല നീ. നീ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ നമ്മുടെ കോയാക്കാനോടും പറഞ്ഞിട്ടുണ്ട്. കോയാക്ക വന്നതിൽ ഇടപെടും. അപ്പൊ പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവിഹിതം ഉണ്ടാ? നിനക്ക് ഇല്ലല്ല, എന്റെ ഭാര്യയല്ലേ. നിന്റെ ഭാര്യ ഏതെങ്കിലും രീതിയിൽ എപ്പോ ഒന്നുമില്ല. വെറുതെ നമുക്കിപ്പോ യൂട്യൂബില് വൈറലാകണം. ഇല്ല, നമ്മ പ്ലാൻ ചെയ്യണ എല്ലാവരും അറിയണ്ടെന്ന്. എന്താ വരാൻ പറഞ്ഞേ? കോയക്ക നമുക്കേ യൂട്യൂബ് വീഡിയോ ചെയ്യാനുണ്ട്, പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടേ. അതല്ല, ഞാൻ മണ്ടുവിനൊന്ന് പറ്റിക്കണ പോലത്തെ ഒരു വീഡിയോ നമ്മ ചെയ്യും. ആ വീഡിയോ ചെയ്ത് നമ്മ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താല് അത് വൈറലായിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടും. ആർക്ക്? മണ്ടുവിന് വൈറലായിട്ടാ? അതല്ല, ആ വൈറലാകലല്ല. ഇത് ഒരുപാട് പേര് കണ്ട് ഫേമസ് ആകണേനാണ് വൈറലാകണെന്ന് പറയണം. ഞാനേ പെട്ടെന്ന് ഇങ്ങനൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കാൻ. അതല്ല, ഞാനും മണ്ടും കൂടിയാണല്ലോ ഇത് ചെയ്യണത്. അപ്പൊ ഇവളെ പറ്റിക്കണ പോലെ അഭിനയിക്കും. ഉണ്ണിയുടെ ആയിട്ട് ഒരു ചെറിയ അവിഹിതം ഉണ്ടെന്ന്. ഇല്ല, വെറുതെ ഇല്ലല്ലോ. അപ്പൊ ഉണ്ണിയായിട്ട് ചെറിയ സുഹൃത്തല്ലേ. അപ്പൊ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് നമ്മള് യൂട്യൂബിൽ ഇടും. അപ്പൊ അതിലെന്താ വരുമാനം എന്ന് വെച്ചാൽ ഒരു ഓഹരി കോയക്കാക്കും തരാം. വൈകുന്നേരം മുമ്പല്ല, കുറെ പേര് കണ്ടിട്ട് കഴിയുമ്പോ ഡോളറാണ് ഇത് കിട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ല, ഇവിടുത്തെ ആളുകളല്ല, അമേരിക്കക്കാരാ തന്നെ പൈസ. നമ്മ തമ്മിൽ ഒരു പരിചയമില്ലാത്ത പോലെ വന്ന് ഇടപെട്ടേക്കണം. ഞാൻ ചെല്ലട്ടെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ? ഞാൻ വിളിക്കുമ്പോ വരണം. നല്ല കളറാക്കണം. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഞാനുണ്ടാവൂല, ഞാൻ അവിഹിതൻ. അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റക്ക്. അതെ, ഞാൻ ഇവിടെ നിൽക്ക. ഇതിപ്പോ എങ്ങനെ ഇപ്പൊ വിളിക്കണ? അച്ഛാ, മണ്ടു എന്തി? അവളകത്തുണ്ട്. ആണാ? അപ്പൊ അപ്പൂപ്പന എന്തിനാ ഇന്നോട് ചോദിക്കണ? പോയി കൂടെ അവിടെ റൂം കിടക്കണ്ടാവും. അതെ, ഞാനൊരു നമ്പർ കാണിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്ന് നമ്പറിലെ കാണിക്കണേ? ഇതല്ല അച്ഛാ, ഇത് നമ്മളെല്ലാവരും ഫേമസ് ആകാൻ വേണ്ടിട്ട് ഒരു നമ്പറാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ മണ്ടുവിനെ പറ്റിച്ചിട്ട് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. എന്തിന്? അതല്ല, നമുക്ക് ഇത്തിരി പൈസയും കിട്ടും, പിന്നെ നമ്മളെല്ലാവരും ഫേമസ് ആവുകയും ചെയ്യും. ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ പരിപാടി. അത് തന്നെ അച്ഛനറിയാല. അപ്പൊ അവള് ചമ്മണ് നമുക്കൊന്ന് കാണാല്ലേ? അതെ, വ്യാഴ് സുഗതനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതിയല്ലേ? അത് കഴിഞ്ഞിട്ട് ഓളെന്താ വരണോ, എന്താ ചെയ്യണെന്ന് നോക്കട്ടെ. ഹലോ ഹായ്, ഞാൻ ചാല പ്യാരി. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുകയാണ്. എൻ്റെ ഭാര്യ മണ്ടോദരി അകത്തുണ്ട്. മണ്ടോദരിയെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ഒരു മേന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് നന്നാവാൻ ഞാൻ അവളെ ഷൗട്ട് ചെയ്യും, ചിലപ്പോൾ ശകാരിക്കും,
അവള് കരയും. ഇതൊന്നും ഒറിജിനൽ അല്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ക്യാമറ ഇവിടെ ഹൈഡ് ചെയ്യുകയാണ്. ക്യാമറ ഇവിടെ ക്യാമറ വെക്കുകയാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇനിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലൈവിൽ കാണാം. ഞാൻ എന്റെ വൈഫ് മണ്ടോദരിയെ ഇങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. ഓക്കെ. മണ്ടു മണ്ടു ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നീ എന്തെടുക്കാണ്? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണ. ഈ ഇതില് മറ്റേ എന്താണ്ട് ഒരു മീൻകറിയുടെ കാര്യം ചേട്ടൻ പറഞ്ഞില്ലേ, അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കണത്. ഏത് നേരവും ഫോണിലാണല്ലോ നീ, എപ്പ നോക്കിയാലും. ഞാനോ എപ്പ? ഞാൻ മീൻകറി നോക്കിയതല്ലേ. മീൻകറി നോക്കണ പേര് നീ ഇതിവിടെ വെച്ചിട്ടേ ഒരു ചായ എടുത്തുണ്ടെന്ന് എനിക്ക്. അച്ഛൻ ചായ വേണോ? ഒരു ചായ. അയ്യനക്കണ്ട മണ്ടു മണ്ടു നിന്റെ ഫോൺ അടിക്കണ്ട്. ആരാണെന്ന് ചോദിക്കേ. ആരാണെന്ന് അറിയില്ല, അറിയാത്ത നമ്പറാണ്. നീ എടുക്ക്. എന്നാ അത് വല്ല കമ്പനിക്കാരായിരിക്കും. എന്താണെന്ന് ചോദിക്കത്. ഞാനത് എടുത്തിട്ട് വേണം. ഹലോ. കട്ടായി കട്ടായി. പിന്നെ വിളിക്കണം. അതാരാണ്? ഹലോ. ആ ഹസ്ബൻഡ് ഉണ്ട്. എന്തേ കട്ടായി. ഞാനുണ്ടാന്നില്ല. ഹസ്ബൻഡ് ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും കട്ടായി. അതാരാണ്? ആരാണാവോ എനിക്കറിയില്ല. ചേട്ടൻ നോക്കാറാണ്. മെസ്സേജ് അയക്ക്. മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജാണ്. ആരാണ് ഈ തുരുതുരം മെസ്സേജ് വിടുന്നത്? എനിക്കറിയാൻ പാടില്ല. എന്താണ് ഈ തീക്കട്ടെ മുറുമ്പരിക്കണം? എന്താ മുത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ടാണോ? ഞാൻ പിന്നെ വിളിക്കാം. മണ്ടൂന് ഉമ്മ ഉമ്മ ഉമ്മ. എന്താടി ഇത്? ആരാണെന്നത്? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലുണ്ടാ, ഞാൻ പോയി കഴിയുമ്പോ വിളിക്കാന്ന് പറയണത്. വല്ല നമ്പർ മാറി വിളിച്ചതായിരിക്കും. മണ്ടു നീ കളിക്കല്ലേ. നമ്പർ മാറി വിളിച്ചാ മണ്ടൂന് ഉമ്മ തന്നെ എങ്ങനെയാടി? നിന്നെ അറിഞ്ഞൂടാത്ത ആള്. എനിക്കറിയാൻ പാടില്ല. ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക ആരാണെന്ന്. അവൻ എടുക്കൂല. ഞാൻ വിളിച്ച അവൻ എടുക്കൂല. കണ്ട ബെല്ലടിക്കണ്ട. എടുക്കണില്ല അവൻ. നീ കൊറേ നാളായിട്ട് എന്നിട്ട് ഈ പറ്റിക്കണം. ഞാൻ എപ്പ പുറത്തു പോയി വിളിച്ചാലും നിന്റെ ഫോൺ ബിസി ആയിരിക്കും. ഇപ്പല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. എന്തിനാണ് ഭാര്യയായിട്ട് ഇങ്ങനെയൊക്കെ പറയണ? അച്ഛ ഒന്ന് പറയച്ചാ. അല്ല കുട്ടി, അപ്പൊ ഈ മെസ്സേജ് വന്നു. ഇപ്പൊ ഞാനും കണ്ടതല്ലേ ഇപ്പത്. മണ്ടു നീ എന്നോടാണ് ഈ ചതി ചെയ്യണത് കേട്ടാ. നീ എന്നോടാണ് ഈ ചതി ചെയ്യണത്. ഭാര്യയായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിത് കിട്ടണോ അച്ഛാ? എനിക്കിത് കിട്ടണം. ഇവളുടെ ഇത് സത്യം പറഞ്ഞത്. ഇത് ആരാണെന്ന് പറയാനോട്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഏട്ടാ. എന്താണ് ഇവിടെ? ഒന്നുമില്ല അങ്ങോട്ട് പോ. എന്ത് പോണേ? എന്താണ് അപ്പൂപ്പ? ഇവളെന്നെ ചതിച്ചപ്പൂപ്പ. ഇവള് എന്താണ്? എനിക്കിനി ജീവിക്കണ്ട. ഇവളെ എന്റെ മാനം കളഞ്ഞ അപ്പൂപ്പ. എന്താ എന്താ കാര്യം? അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ. ഏട്ടൻ എന്തൊക്കെയോ പറയാണ്. എന്തിനാ ഈ ബഹളം? നോക്കിയേ. എന്തത്? ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി അവൾക്ക് ഉമ്മ കൊടുക്കണെന്ന് വേറെ ഫോണിൽ നിന്ന് ഒരുത്തൻ. ഒമ്പോൾക്ക്? ആ എനിക്കിനി ജീവിക്കണ്ട. അതെന്താ? ഒന്ന് വായിക്കും.
എന്താ എന്റെ അപ്പൂപ്പ എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്താണെന്ന്. കണ്ടുപിടിക്കില്ലടാ അതൊന്നല്ല അതാണ്ടാ ഫോൺ വിളിച്ചപ്പോ മണ്ടു എടുക്കാഞ്ഞിട്ടേ ആ വിളിച്ചോൻ പറഞ്ഞേക്കാണ് ഭർത്താവ് ഇല്ലാത്തപ്പോ വിളിക്കാ ഇപ്പൊ നിനക്ക് ഉമ്മ തരാൻ പറഞ്ഞിട്ട് ഉമ്മ ചോദിച്ചേക്കണ് ഫോൺ വിളിച്ചേക്കണ്. അത് ഇവ ആർക്കെങ്കിലും കൊടുത്തതാവും. എന്റെ അച്ഛൻ മണ്ടുവിന്റെ ഫോണാണ്. ഇവന്റെ ഫോണിലേക്കാ വന്നേക്കണത്. അത് ആരാന്നായി ചോദിക്കണതേ. അപ്പൊ ചോദിക്കേ അപ്പൂപ്പ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ആരുടെ ഫോണാ അത്? എന്റെ ഫോണാണ്. അപ്പൊ നിന്റെ ഫോണിൽ ആരാ വിളിച്ചത് നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് അറിയാത്ത നമ്പറാണത്. ഒന്നും വിട്ടാതിരിക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. ആരാന്ന് പറ. ഇങ്ങോട്ട് നിന്ന് ചോദിക്കപ്പ. എന്താ ഇങ്ങനെ നിന്ന് ചോദിക്കേ. ആരാന്ന് പറ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ലേ? അത് വേണ്ടവിടെ. അതൊന്നും നടക്കില്ല. അപ്പൂപ്പ ഇത്ര നാളായിട്ട് എന്നെ അറിയണല്ലേ. നിങ്ങൾ എന്താണ് എന്റെ അടുത്ത് നീ കരയാന്ന് സത്യം പറയടി. അവള് പറയട്ടെ. എനിക്ക് അറിയാത്ത നമ്പറാണ്. ഇവിടെ അറിഞ്ഞ് ഇവിടെ വന്നാല് അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. ഞാൻ പോട്ടെട്ടോ. നീ ഇങ്ങ പോയിട്ടോ. മണ്ടോ ഈ ഫോണിൽ വിളിച്ചോനായിട്ട് നിന്റെ എന്താ ബന്ധം? ഈ അച്ഛനോടെങ്കിലും പറ നീ. എന്താപ്പത് കഥ? എന്താപ്പത് കഥ? ഒന്നുമില്ല. അല്ല, ഇങ്ങനൊരു ബഹളം ഈ ഒരു വീട്ടിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ബഹളം ഉണ്ടാവുമ്പോ നാട്ടുകാർക്ക് കിടന്ന് ഉറക്കണ്ടേ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടോ? എന്താ അല്ല, ആളിവിടെ നേരെ പറയേക്കാം. ഒന്നുമില്ലേ? ഒരു പ്രശ്നമില്ല ഇവിടെ. ഒരു പ്രശ്നമില്ല. ഇല്ല ഒന്നുമില്ല. എന്നാ പിന്നെന്താ ഓള് കരയണത്? എല്ലാവരും അറിഞ്ഞപ്പ ഇനി എനിക്ക് ജീവിക്കണ്ട. കോയൊക്കെ ചോദിക്കാനുള്ളൂ. എന്റെ പ്രശ്നം വെട്ടി തുറന്ന് പറയ്. എന്റെ കോയക്ക ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തരായിട്ട് ഇവള് പ്രേമിക്കണ്. പടച്ച റബ്ബേ. എന്നോട് ഇത് ചെയ്യരുത് കൊണ്ടു. എന്താ ഈ കേക്കണ് ഞാന്? ആ ഫോണിൽ നിറച്ച് മണ്ടു ഉമ്മ 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 എന്ന് പറഞ്ഞത് ഞാൻ വായിക്കുമ്മ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. എന്തെന്നാ ഈ പറയണത്? ഇതൊന്നും നമ്മുടെ ഒന്നും കുടുംബത്ത് പറ്റിയതാണോ സത്യത്താ? അല്ല ഒരു കാര്യം ചെയ്യേ. നമുക്ക് അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാക്കേ. നാട്ടുകാര് മുഴുവൻ അറിഞ്ഞു. കുടുംബത്തിന്റെ മാനം പോയി. അല്ല, അപ്പൊ ഇതിനൊക്കെ ഒരു നിലപാട് എന്താന്നുള്ളത് നിങ്ങളുടെ നിലപാട്? ചോദിക്കാം. അതൊക്കെ ആരാന്ന് ചോദിക്കാം. കുഴപ്പമില്ല. കഴിഞ്ഞോ? അല്ല, എന്റെ ഇത്ര ആള് കൂടിയില്ലേ? നീ സത്യം ഇങ്ങോട്ട് തുറന്നു പറയേ. ഞാനിതൊക്കെ കേട്ട സ്ഥിതിക്ക് ഞാനെങ്കിലും ഉണ്ടാതിരിക്കാം. നീ കരയണ്ട. നീ ആളെ പറഞ്ഞു കൊടുക്കുന്നത്. എടാ അവള് പറയട്ടടാ. അവൾക്ക് പറയാൻ ഒരു അവസരം കൊടുക്കാനേ. ആ വേണക്കണ്ട ആൾക്കാരുള്ളപ്പോ എല്ലാവർക്കും ഒരു അവസരം കിട്ടട്ടെ. ആരെ പറഞ്ഞെന്ന് അറിയില്ല. അപ്പൂപ്പ എത്ര നാളായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ പറയണ അനുസരിച്ച് ഞാനിവിടെ നിക്കാറില്ലേ. എന്തിനാണ് അപ്പൂപ്പ എന്റെ അടുത്ത് ഇങ്ങനെ? അതെ, അവര് പറയണേലും കാര്യമുണ്ട്. ഇത് ആരാണ് എന്നുള്ള ആളുണ്ട്. അതൊക്കെ തുറന്നു പറഞ്ഞാല് എന്റെ അപ്പൂപ്പ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പ എനിക്കറിയാതെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ആരോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്റെ അടുത്ത്? അതിപ്പോ അവര് പറയണേലും കാര്യമൊക്കെ ഉണ്ട്. ഇതാരാണ് ഈ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറയണെന്നുണ്ടെങ്കിൽ നിനക്ക് അറിയുമെങ്കിൽ അത് അവരോട് അങ്ങോട്ട് പറയും. എന്റെ പൊന്നപ്പൂപ്പ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. അറിയെങ്കിൽ ഞാൻ പറയൂലേ. നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാണ് എന്നെ? എടാ അവള് അത് അറിഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ അറിയാതെ പറയണേന്ന്. നീ ഒന്നില്ലെങ്കിൽ ആളെ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാനല്ലേ നീ. ഇവിടെ ആരെങ്കിലും ഒരാൾ മരിക്കും. അല്ല വിചാരിയെ, ഞാൻ ഓളോടൊരു കാര്യം ചോദിക്കാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചാ പോരെ? അതായത് ആനക്ക് അഥവാ മറ്റേ ചെക്കനെയാണ് ഇഷ്ടം വെച്ചെങ്കില് യോന്റെ കൂടെ പോയിക്കോ. അതല്ല,
ഇവനെയാണ് ഇഷ്ടച്ച് ഇവന്റെ കൂടെ നിക്ക്. അല്ലാതെ 2 തോണിയിലും കാലിട്ട് നിന്ന പണി പാടും മാളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ പോയാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇയാൾ പോയിക്കോ, അവിടെ പോയിക്കോ. ആ കുതിരയിലില്ലേ?